ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ UK ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കോട്ട്ലൻഡിൽ നിന്ന് എഡിൻബ്രയും ഗ്ലാസ്ഗോയും ഒക്കെ കണ്ടതിന് ശേഷം UK തന്നെ വേറൊരു റീജിയനായ നോർത്തേൺ അയർലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നോർത്തേൺ അയർലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബെൽഫാസ്റ്റിലേക്കാണ് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് പോകുന്നത്. നമുക്ക് UK വിസ ഉണ്ടെങ്കിൽ അത് ബെൽഫാസ്റ്റിലേക്കും അപ്ലിക്കബിൾ ആണ്. ത്രൂ ഔട്ട് UK ട്രാവൽ ചെയ്യാൻ നമുക്ക് ആ ഒരു വിസ മതി. എയർപോർട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. എനിക്ക് ലോഞ്ച് ആക്സസ് കിട്ടി എഡിൻബർഗ് എയർപോർട്ടിൽ. ഇന്റർനാഷണൽ എയർപോർട്ടിൽ മിക്കപ്പോഴും ട്രാവൽ ചെയ്യുമ്പം ആക്സസ് ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പം 5:05 ആയേ. ഇപ്പം നല്ല വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും പ്രയോറിറ്റി പാസും ഡ്രീം ഫോക്സിന്റെ കാർഡൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും പല സ്ഥലത്തും ആ കറക്റ്റ് ലോഞ്ച് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അതിൻ്റെ ആപ്പും അതൊക്കെ ഉണ്ട്, അതിൽ നോക്കേണ്ടതൊക്കെ വരും. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാം, കാരണം ഇതുവരെ ഡേറ്റ് ലിസ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടൈം ഉണ്ട് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ലോഞ്ചിൻ്റെ അത് കണ്ട് അവിടത്തേക്ക് വന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പം ഞാൻ അവിടെ എൻ്റെ ഡ്രീം ഫോക്സ് കാർഡ് കൊടുത്തു. ട്രൈ സോ ദി ട്രൈഡ് ആക്സസിങ് എന്തെങ്കിലും ഇതാവുന്നില്ല. ഞാൻ വെച്ചു എനിവേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ട്രൈ ചെയ്തിട്ട് പലപ്പോഴും ഇത് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ പോകുന്നത് ഇത് കറക്റ്റ് ആയിരിക്കില്ല അങ്ങനെയൊക്കെ. അപ്പം ഞാൻ തിരിച്ച് അവരെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വെറുതെ ഞാൻ ChatGPTയിൽ പിടിച്ചു കൊടുത്തു. പിന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ലോഞ്ച് ചെയ്താലുള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ആ PDF അതിൻ്റെ ലിസ്റ്റ് ഓഫ് ലോഞ്ചസ് ഉള്ളതിൻ്റെ PDF പോയി ചെക്ക് ചെയ്ത് അതൊരു അറ്റാച്ച്മെൻ്റ് ആക്കി തന്ന് എഡിൻബർഗ് എയർപോർട്ടിൽ ആസ്പയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഞ്ച് ഉണ്ടെന്നും പറഞ്ഞ് തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്ച്വലി ഈ ലോഞ്ചിലേക്ക് നടന്നു പോകുമ്പോൾ സൈഡിൽ ആസ്പയർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ പോഷായിട്ടുള്ള അതുപോലെ തോന്നി, VIP ഇതൊക്കെ പോലെ. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടെ ഇങ്ങനെ അലൗ ചെയ്യില്ലായിരിക്കും. മുന്നത്തേൽ നമുക്കെപ്പോഴും എക്സ്പെക്ടേഷൻസ് വളരെ കുറവായതുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും വർക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ എനിക്ക് ഓർക്കുന്നു ഇത് തന്നെയാണല്ലോ ജസ്റ്റ് നെക്സ്റ്റ് ഡോർ. then I landed here. സോ അതിപ്പം ചെക്ക് ചെയ്യാൻ തോന്നിയതുകൊണ്ട് ഐ എം ഹാപ്പി. ലൈക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം അത് യൂസ് ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ അതുകൊണ്ടൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഐറ്റംസ് ഇതൊക്കെയാണ്, ഞാനിതൊക്കെയാണ് ഇതിനകത്ത് എടുത്തത്. ബ്രെഡ് ഉണ്ട്, പിന്നെ സോസേജസ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, seasonings and all of that. കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാം. പുറത്ത് നമുക്ക് ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാം. എനിക്ക് പോകേണ്ട ഫ്ലൈറ്റാണ് ഉണ്ടത്, ഈസി ജെറ്റ്. ഹാർബർ സീറ്റ്, ഇതാണ് നമ്മൾ ഇന്നലെ കയറി പോയ സ്ഥലം. ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, സെക്കൽ പീസ്. എഡിൻബർഗ് ഒരുവിധമൊക്കെ കണ്ടു. ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് ബ്രിഡ്ജസ്. ചിക്കൻ കഴിഞ്ഞു. നല്ല ഫാസ്റ്റ് ആയിരുന്നു, എത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. ടപ്പെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞു. ഡിപ്പാച്ചർ ഗേറ്റിലേക്കാണ്. ഗേറ്റ് ഇതുവരെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. 6:10 ആകുമ്പോഴൊക്കെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 5 o'clock ഒക്കെ ആവുന്നേ ഉള്ളൂ. നേരത്തെ കാലത്തേ ഉള്ളൂ. പക്ഷെ നല്ല തിരക്കുണ്ട്, വേഗം ആയതുകൊണ്ടാണ്. എൻ്റെ ഫ്ലൈറ്റ് ഇതാണ്. Getting to the Edinburgh airport. EasyJetന്റെ ഇഷ്ടംപോലെ ഫ്ലൈറ്റ്. If it doesn't inflate or needs topping up, blow into the tube. There is a light and whistle for attracting attention. The crew can help you with life jackets for children. നമ്മൾ ബെൽഫാസ്റ്റിൽ ലാൻഡ് ചെയ്തു. ജസ്റ്റ് 40 minutes ഫ്ലൈറ്റ്. 7:40 ആയി ഇപ്പോൾ.
ബെൽഫാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മിക്സ്ഡ് കൾച്ചർ ഓഫ് ഐറിഷ് ആൻഡ് ഇംഗ്ലീഷ്, അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു കൺട്രിയാണ്. സ്കോട്ട്ലൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസത്തെ സ്റ്റേ മാത്രമേ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടൈറ്റാനിക് ഇവിടെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, ഷിപ്പ് ടൈറ്റാനിക്. അപ്പൊ അതിന്റെ ഒരു മ്യൂസിയം, ഒരു വലിയ അട്രാക്ഷൻ ആണ് ഇവിടെ കാണാനുള്ളത്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് വാക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇമിഗ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പുറത്ത് തന്നെ ഒരു ബസ് സിറ്റിയിലേക്കുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കയറി നമ്മൾ സിറ്റി സെന്ററിലേക്കാണ് പോകാൻ പോകുന്നത്. എയർപോർട്ട് സിറ്റിയിൽ നിന്ന് കുറച്ചധികം ദൂരെയാണ്. അപ്പൊ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനത്തെ വയലും പാടവും അങ്ങനത്തെ ഔട്ട്സ്കേർട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ മെയിൻലി കാണുന്നത്. സിറ്റി സെന്ററിലേക്ക് എത്തി. സിറ്റി സെന്ററിൽ ഒന്നും തുറന്നിട്ടൊന്നും ഇല്ല. ഡബിൾ ഡക്കർ ബസ്സെല്ലാം കൊണ്ടുള്ള വഴിയാണ്. പിന്നെ ഇതാണ് ഇവരുടെ ഓടുന്ന നോർമൽ ബസ്, പിങ്ക് കളറുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഒരു സിറ്റി കണക്ടിവിറ്റീൻ്റെ ബസ്സിൽ വന്ന് പിന്നെ ഒരു ട്രെയിൻ എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ ലൊക്കേഷനിൽ എത്താൻ. ബസ് സ്റ്റോപ്പ് ഓൾസോ ലുക്സ് ലൈക്ക് എൻ എയർപോർട്ട്. സിറ്റി സെൻട്രലാണ്. ഇതാണ് നമ്മൾ വന്നിറങ്ങിയത്. വേഗൂർ ലൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഇറങ്ങിയാൽ നമുക്കിനി ഒരു 5 മിനിറ്റ് നടക്കേണ്ട ആവശ്യം. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പറും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ടിക്കറ്റ് എടുത്താലേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഞാൻ ഓടിച്ചാടി കയറി. ഇതാണ് ടിക്കറ്റ്. സക്സസ്ഫുള്ളി കാർഡ് കൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് ടിക്കറ്റ് എടുത്തു. 6.97 അങ്ങനെയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. ഇവിടുന്ന് വേഗൂർ ലൈനിൽ എഴുതി കണ്ടിട്ടാണ് ഞാൻ കയറിയത്. ഇതിനകത്ത് ട്രെയിനിൽ കയറുന്നത് എന്താ വെച്ചാൽ ഡോറ് ക്ലോസ് ആയിരിക്കും. അപ്പം നമ്മൾ ആയിരിക്കും മെട്രോയിലൊക്കെ പോയി നിൽക്കുന്ന പോലെ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ തുറക്കുന്നത്. പക്ഷെ അങ്ങനെ അത് തുറക്കില്ല. നമ്മൾ അവിടെ ഒരു ഇത് ബട്ടൺ പ്രസ് ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞാൽ അത് പ്രസ് ചെയ്താൽ മാത്രമേ തുറക്കുള്ളൂ. ഞാൻ വിളിച്ചിട്ട് ബട്ടൺ ഇവിടെ ഇതിപ്പോൾ പോകുന്നതാണോ? ഇനി 8:54 അവിടെ ടൈം കാണിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വിടുന്നതായിരിക്കുന്നു. പക്ഷെ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ ആരുമില്ല. പ്ലാറ്റ്ഫോം നമ്പർ നേരത്തെ എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 എന്ന് പറഞ്ഞ് അത് എടുത്തു. വേഗൂർ ലൈൻ ആണെന്നുള്ളത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കണക്ടിവിറ്റി കാണിക്കും. അപ്പോൾ ചിലത് ഇങ്ങനെ വേഗത്തും, പക്ഷെ 2-3 മാറി കയറണം, അല്ലെങ്കിൽ 2 എണ്ണം മാറി കയറണം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് കാണിക്കും. നമുക്ക് അതിൽ ഏതാണ് ഇപ്പം ഒരുപാട് മാറി കയറൽ ഇസ് ഹാർഡ്. ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ഓൾസോ. അപ്പം ഞാൻ 2 എണ്ണമൊക്കെ മാറി കയറേണ്ടിയുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്ത്. അപ്പോൾ അതൊന്ന് ബസ് അവിടെ വരെ വന്ന് പിന്നെ ട്രെയിൻ ഇവിടുന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. വേറെയും എന്തോ ഒരു 66A എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, ഒരു പിങ്ക് കളർ. എനിക്കത് ബസ്സാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനകത്ത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു 12 മിനിറ്റ് മറ്റും നടക്കാനുണ്ട്. അത് ഏതോ ഒരു സ്പെസിഫിക് പോയിന്റിലേക്കാണ് പോണേ. ഇതിനാണെങ്കിൽ 5 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ഓപ്ഷൻ എടുത്തത്. അപ്പം അങ്ങനെ കുറച്ച് നമ്മൾ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ ആക്ച്വലി റിയലി ഹെൽപ്പ് ചെയ്യും. ട്രാവലിന് എങ്ങനെയാണ് പോകേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, എന്താ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് ചെയ്ത് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി ഗൂഗിളും പിന്നെ സൈറ്റ് സീയിങ്ങിൻ്റെ ഡീറ്റെയിൽസിന് ChatGPT. അതാണ് ഞാൻ ഇപ്രാവശ്യം എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്തത്. എവിടെ പോവാം, എന്ത് കണ്ടിട്ടാണ് എന്തെങ്ങോട്ട് പോകേണ്ടത്, ഏതൊക്കെ വാക്കിംഗ് ചെയ്തിട്ട് പോവാം, വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ളത് ഏതാണ്, അപ്പോൾ എന്താണ് സീക്വൻസിലാണ് നമ്മൾ വാക്ക് ചെയ്യേണ്ടത്, ഏതിനൊക്കെ ടിക്കറ്റ് ഫ്രീ ഉണ്ട്, ഏതിനൊക്കെ ഇല്ല, അപ്പോൾ അത് ഒഴിവാക്കുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരും. ഇന്ന് ആക്ച്വലി ഇട്ടിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ വൈഫൈ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അയർലൻഡും നോർത്ത് അയർലൻഡും തമ്മിലുള്ള റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ആൻഡ് നോർത്ത് അയർലൻഡാണ്. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് തീർന്നു. ഇനി ഇന്ന് ചോദിക്കാൻ പാടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ChatGPT എന്നോട്. പെയ്ഡ് വേർഷൻ അല്ല, ഐ ആം യൂസിങ് ഫ്രീ വേർഷൻ. വെൽക്കം ടു ബൊട്ടാനിക് എന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എങ്ങനെ പോവാമെന്ന് നോക്കട്ടെ. വെൽക്കം ടു ബെൽഫാസ്റ്റ്. ഒരു മൺഡേ മോർണിംഗ് ഡ്യൂക്സ് ഹോട്ടൽ ആണത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകണ്ടേ. ഒരു മൺഡേ മോർണിംഗിൻ്റെ ഒരു വ്യൂ ഒന്നും ഇത് തരുന്നില്ല. എല്ലാവരും ഉറങ്ങുന്നത്രേ തോന്നുന്നുണ്ട്. ബൊട്ടാനിക് അവന്യൂ, ക്വീൻസ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഉറക്കമാണുണ്ട്. ആരും എഴുന്നേറ്റില്ല എന്ന് വേണം വിചാരിക്കാൻ.
ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ ഏകദേശം സ്കോട്ട്ലൻഡിൽ പോലെ തന്നെയാണ്. ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതാണ് എൻ്റെ പിറകിൽ കാണുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ ചെക്ക് ഇൻ ടൈമിൻ്റെ ഇവരുമൊക്കെ എത്ര സ്ട്രിക്റ്റ് ആണെന്ന് അറിയില്ല. സ്ട്രിക്റ്റ് തന്നെ ആവാനാണ് ചാൻസ്. നോക്കാം. ചെക്ക് ഇൻ വന്നില്ലെങ്കിൽ അവരുടെ കോമൺ ഏരിയയിൽ ഇരിക്കാം. പണിയുണ്ട് ചെയ്യാൻ. നോക്കിയിട്ട് തീരുമാനിക്കാം. പ്ലസൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥ, കാറ്റുണ്ട്, തണുപ്പുണ്ട്, സണ്ണിയാണ് തന്നെ. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത സ്ഥലം, ഗ്ലോബൽ വില്ലേജ്. പുറത്തുനിന്നൊക്കെ നല്ല വൈബുണ്ട്. ഇനി ഉള്ളിൽ കയറിയാൽ എങ്ങനെയാണെന്ന് അറിയാം. എബ്ലാന സ്ട്രീറ്റ്, ലോറൻസ് സ്ട്രീറ്റ്, അതിൻ്റെയൊക്കെ ഇടയിലുള്ള ഗ്ലോബൽ വില്ലേജ്. എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ്, പക്ഷേ സിറ്റിയിൽ നിന്ന് ഇൻ ആൻഡ് അറൗണ്ട് അടുത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. കയറി നോക്കാം. ഓക്കെ, ഇതാണ് ഇവരുടെ കോമൺ ഏരിയ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഏരിയ. ഭയങ്കര കളർഫുള്ളായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഹോസ്റ്റലിൻ്റെ ഒരു വൈബ്. അങ്ങനെയാണ്. അവിടുന്നപ്പോൾ ചൂടെടുത്തു, ജാക്കറ്റൊക്കെ മാറ്റി. പിന്നെ 2 മണിക്കേ ഉള്ളൂ റൂം 2 മണിയാകുമ്പോൾ അവൈലബിൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുവരെ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, വൈഫൈ യൂസ് ചെയ്യാം. പിന്നെന്താ, ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ ഫ്രീ ഇൻക്ലൂഡഡ് ആണ് നാളത്തെ. പക്ഷെ ഇന്ന് തന്നെ വേണമെങ്കിൽ ഉള്ളിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ലഗേജ് അവിടെ കൊടുക്കുന്ന ഫ്രീ ആണ്. ലൈക്ക് ഐ ക്യാൻ സ്റ്റോർ ദ ലഗേജ് ആൻഡ് ഗോ ഔട്ട്. അങ്ങനെ. പക്ഷെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് പണിയൊക്കെ തീർക്കാനുണ്ട്, അത് തീർത്തിട്ട് പോവാം. പിന്നെ സോ നൈസ്, ലൈക്ക് അവരുടെ ഫെസിലിറ്റി. മറ്റേ അവിടെ സേഫ് സ്റ്റേയിൽ ലഗേജ് വെക്കാനും ചാർജ് ആയിരുന്നു. 3 പൗണ്ട് ഞാൻ ലഗേജ് വെക്കാൻ കൊടുത്തു. പക്ഷേ ഇവിടെയും മറ്റേ ബെൽഫ്രോഡ് അവിടെയും ഇന്നലെ താമസിച്ച് അവിടെയും ലഗേജ് വെക്കുന്ന ഫ്രീ ആയിരുന്നു. അപ്പോൾ ചില സ്ഥലത്ത് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്നലെ നിന്ന റൂം അവിടെ നല്ലതായിരുന്നു. മിനിഞ്ഞാന്നത്തെ 10 ഒക്യുപ്പൻസി ഉള്ളതിൽ ആ 10 ഒക്യുപ്പൻസി വെച്ചിട്ട് ആ റൂമിൽ പക്ഷേ സ്ഥലമില്ല. 10ൻ്റെ സ്ഥലത്തല്ല 10 വെച്ചിരിക്കണേ. 6ൻ്റെ ബെഡിൻ്റെ സ്ഥലത്ത് 10 വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഐ ഫെൽ വെരി ബാഡ്. ഞാനിതെന്തിനും ചൂസ് ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ 6 ആണ്, 6 ബെഡുള്ള അതാണ്. അത് നല്ല സ്പേഷ്യസ്, അവിടെ വെക്കാനും ഇതാക്കാനും തുറക്കാനും ഒക്കെ നല്ല സ്ഥലമുണ്ട്. അത് ആ 6 ബെഡിൽ ഒട്ടാക്ക് 3 പേര് മാത്രമേ ഉണ്ടായിരുന്നു. ഒരു US വന്ന കുറച്ചൊരു ഓൾഡായിട്ടുള്ള അവർ ഇരിക്കണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ലേഡിയും കൂടെ വന്നു. 3 ബെഡേ ഓക്യുപ്പൈഡ് ആയിരുന്നുള്ളൂ. ഒരു അറ്റ്ലീസ്റ്റ് ദർ ആർ സ്പേസ് ടു മൂവ് അറൗണ്ട്. പെട്ടി വെച്ചിട്ട് തുറക്കാനൊക്കെ. ആ 10 ഒക്യുപ്പൻസി എടുത്തത് ഭയങ്കര ഫ്ലോപ്പായി. ഇനി ഞാൻ ചെയ്യില്ല. അത് വേറെ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് കൂടിയാണ്. ആദ്യം ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ 6 ബെഡിന് കാണിയും ഡബിൾ പൈസയാണ് ഞാൻ മറ്റതിന് കൊടുത്തത്, വേറെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ. അപ്പോൾ ഓരോന്നിനും ഓരോ ഫെസിലിറ്റിയിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അവിടെ കിച്ചണൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. ഇവിടെയും കിച്ചണൊക്കെ ഉണ്ട്. ഇവിടുത്തെ വർക്കും ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ട്. എന്തെങ്കിലും കഴിക്കാം. ക്വീൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ്, അതാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ അതാണ്. യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലേക്കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറ്റാലിയൻ കോഫി കമ്പനി. എൻ്റെ ഇൻ്റർനെറ്റ് നേരെ വർക്ക് ചെയ്യുന്നില്ല. സംതിങ് ഈസ് റോങ്. ടു ചെക്ക്. എവിടെയെങ്കിലും ഒരു വൈഫൈ കിട്ടുന്നിടത്ത് കയറിയിട്ട് നോക്കേണ്ടി വരും. കഫയാണ് ഇവിടെ. ഉള്ളിലും ഇരിക്കാം, പുറത്തും ഇരിക്കാം. ക്വീൻസ് യൂണിവേഴ്സിറ്റീൻ്റെ തന്നെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ്. ഇത് ക്വീൻസ് യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റോപ്പാണ്. ഇവിടെയുള്ള കുറേ അധികം വില്ലേജ് ഇസ് ദ ക്വീൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ബെൽഫാസ്റ്റ്. അതാണിത്. എന്താ ബിൽഡിംഗ് അല്ലേ, യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പൊളിയാണ്. ഇവരെന്താ കുറേ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിനുള്ളിൽ കയറാൻ പറ്റും. ഞാൻ
ഇതിന്റെ ഉള്ളിൽ കയറി. ഇതേ ഇവിടെ നടക്കൊരു സ്റ്റാച്ചു ഉണ്ട്, ഒരു ഗാർഡൻ ഉണ്ട്. ബിൽഡിംഗ്. ഇവിടെയുള്ള പഠിക്കുന്നവരും അങ്ങനെ തന്നെയാണോ ഒന്നുണ്ട്. അവർ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. 1939 to 1945. അപ്പോൾ പഠിച്ച് ഗ്രാജുവേറ്റ് ആയ ആൾക്കാരുടെ പേരാണോ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. 39 to 45 അല്ല അവിടെ വേണ്ട പോലെ. ബിൽഡിംഗ് ഭയങ്കര കാറ്റാണ്. എൻ്റെ മുടീൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, വെയിലടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വീഡിയോ എടുത്താലൊന്നും ക്ലാരിറ്റി ഇല്ല, ഫോട്ടോയിലും ഇല്ല. ഈ സൈഡിലാണ് പിന്നെ കുറച്ചൊരു ഫ്രണ്ട് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ക്യാമ്പസ്. അവിടെ കാണുന്നത് സ്റ്റുഡൻറ് സെന്റർ ഒക്കെയാണ്. 1 എൽംവുണ്ട് സ്റ്റുഡൻറ് സെന്റർ. അപ്പൊ ഇതിന്റെ അറൗണ്ട് ഉള്ളതൊക്കെ ഈ ക്വീൻസ് യൂണിവേഴ്സിറ്റിന്റെ തന്നെ പല ക്യാമ്പസും സ്റ്റുഡൻറ് സ്റ്റേയും ഹോസ്റ്റലും അതിൻ്റെ വേറെ വേറെ കോമ്പൗണ്ടുകളാണ്. അത് തന്നെയാണ് ഇത് അങ്ങോട്ട് നിന്നുള്ള ക്വീൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ്. അതാണ് എല്ലാവരുടെയും പേര് എഴുതിയിരിക്കുന്നത്. മിക്ക റോഡിൻ്റെയും ഇതിൻ്റെയൊക്കെ പേര് തന്നെ ക്വീൻസ് റോഡ് എല്ലാം അതിൻ്റെ കണക്റ്റഡ് ആയിട്ടാണ്. എനിക്ക് ആക്ച്വലി നല്ല മടിയുണ്ട് ഇന്ന് നടക്കാൻ. എനിക്ക് വയ്യ, നടന്ന് എക്സ്പ്ലോർ ചെയ്ത് എനിക്ക് മതിയാവും. അത് ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റ്. അപ്പോൾ എനിക്ക് ആ നടത്തത്തിന്റെ സ്പീഡ് കിട്ടുന്നില്ല. എന്നെക്കാളും സ്പീഡിലാണ് കാറ്റടിക്കണേ എതിർവശത്തോട്ട്. അതിൻ്റെ ഉള്ളിലും കയറാൻ പറ്റുമോ? കയറുന്നുണ്ടല്ലോ. കയറണോ? അപ്പം ഞാൻ ആ യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ പോയപ്പം നമ്മുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ഇവിടെ വന്ന് നിൽക്കുന്ന കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അതുണ്ടെങ്കിൽ അതിൽ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ബൈ ദ ടൈം ഞാനിവിടെ എത്തിയപ്പോൾ അത് പോയി. ഞാൻ അടുത്തത് വരുമോ നോക്കാം. പക്ഷേങ്കിൽ അത് 48 hours-ൻ്റെ ആണ്. 20 or 18 euro, 18 pound-ൻ്റെത്. ശരിക്കും വേർത്താണ് 48 hours-ൻ്റെ എന്ന് പറഞ്ഞാൽ. ഇന്നലത്തത് 24 hours-ൻ്റെ ആയിരുന്നു ആ റേറ്റ്. 48 hours ആണ്. പക്ഷേ എൻ്റെ എങ്ങനെ 48 hours ഇല്ല, 24 hours തന്നെ ഇല്ല. ലൈക്ക് നാളെ ഞാനത് കറങ്ങാൻ പോകുന്നില്ല. പക്ഷെ ഇന്ന് പറ്റുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ അടുത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി. അപ്പോൾ വന്ന് കിട്ടുകയാണെങ്കിൽ ഞാനത് കയറും, ഇല്ലെങ്കിൽ പിന്നെ നടക്കും. എൻ്റെ ഉള്ളിൽ കയറി നോക്കാം അത് വരുന്നവരെ, ബസ് വരുന്നവരെ. ആരുമില്ല, കയറി പോകാൻ തോന്നുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ ഡെവലപ്മെൻറ്റ് റിലേഷൻ നോട്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി പോയാൽ നമുക്ക് ഗാലറി കാണാം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ ഗാലറി എനിക്കൊന്ന് ക്ലോസ്ഡ് ആണ്, കാണുന്നില്ല. അതിൻ്റെ ഒരാളും ഇല്ല. പിന്നെ മുകളിൽ മറ്റേ രജിസ്ട്രാർ ഓഫീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണ്. എൻ്റെ മെയിൻലി ഈ കൺട്രീസിലൊക്കെ ഒരു സിഗ്നിഫിക്കൻറ്റ് വരുമാനം വരുന്നത് ഏഷ്യൻ കൺട്രീസിൽ നിന്നും പുറത്തുനിന്നൊക്കെ ഉള്ള സ്റ്റുഡൻസ് പഠിക്കാൻ വന്നിട്ടാണെന്നാണ് ഇന്നലെയൊക്കെ പലരോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം നമ്മളൊരു സിഗ്നിഫിക്കൻറ്റ് കോഴ്സ് ഫീ ഉണ്ട്. പക്ഷെ കോഴ്സ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ they'll get an admission. വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട് ഇതിലേക്ക്. 180 years old യൂണിവേഴ്സിറ്റി എന്നൊക്കെ എഴുതിയിരിക്കണേ. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് വരുമാനം തന്നെ അതിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് പിന്നെ അവർക്ക് എക്സ്റ്റെൻഡഡ് 1 or 2 years വിസയും കിട്ടും. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ മൈഗ്രേറ്റ് ചെയ്തതാണ്. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടില്ലേ, നിറച്ചും ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസും ആ കാര്യത്തിൽ ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കാൻ വരുമ്പോൾ നോട്ട് ഫീൽ അലോൺ ഓർ സംതിങ്, ബിക്കോസ് ഇന്ത്യയിൽ തന്നെയുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും.
ഏഷ്യയിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പം സിമിലർ ബിലീഫ്, സിമിലർ കൾച്ചർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാകുമ്പോൾ നമ്മളിങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ അവസ്ഥയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു കാര്യം. സെക്കൻഡ് കാര്യം, ഇത്രയും ദൂരെ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കാൻ വന്നിട്ട് നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി പോലെ തന്നെ എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ആസ് ഗുഡ് ആസ് സ്റ്റഡിയിങ് ദെയർ. അങ്ങനെയും ആലോചിക്കാം. അയ്യോ, അത് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണല്ലോ പോണേ. മുകളിൽ മാത്രമേ ആൾക്കാരുള്ളൂ. അയ്യടാ, ഫൈനലി ഞാനൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് കയറി. 18 pound ഫോർ 2 days ആണ്. ഞാനൊരു 4-6 മണിക്കൂറിന് വേണ്ടി 18 pound കൊടുത്തു. വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ഫ്ലാഗ് മുകളിൽ നിന്ന് പറക്കും. ഇതിനകത്ത് മുകളിൽ മാത്രമേ ആൾക്കാരുള്ളൂ, താഴെയൊന്നും ആൾക്കാരില്ല ആക്ച്വലി. റോഡും ഒക്കെ എംപ്റ്റി ആണ്. നമുക്ക് പോകെ നോക്കി പോവാം. ഇതിനകത്ത് കമാൻഡറി ഒക്കെ ഉണ്ട്, ലൈക്ക് പറഞ്ഞോണ്ടിരിക്കും ഈ ബിൽഡിംഗ് അതാണ്, ആ ബിൽഡിംഗ് ഇതാണെന്നൊക്കെ. അപ്പൊ നമുക്ക് ഇന്ന് വണ്ടിയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഹോളിഡേ ഇന്റെ ഹോട്ടലാണത്. As we turn right out of Sandy Row, if you look to the left, you can see one of the largest murals in Belfast, which is of King William III, the Dutch Prince of Orange. We will now pass by some of Belfast's newest hotels and then back onto the Golden Mile. There's pub, the Crown Liquor Saloon, which is a very fine example of a Victorian gin palace. It is divided into private snugs and is featured in various TV shows and movies, including Odd Man Out and an episode of Damage 2. Charlie Chaplin for Pavarotti, among many others. Belfast was in the headlines for all the wrong reasons for much of the 20th century and even into the 21st century, as sectarian tensions boiled over between the Queen and wished to remain part of the UK. On the other side, the Roman Catholic nationalist side of the community, known as Republicans, desired to have a united Ireland with no British influence or control. This was a very sad and depressing time for Belfast and its inhabitants, as the Republican terror groups tried to bomb the British out of Ireland, and in return, the loyalist terror groups resorted to shooting and killing people from the Republican side of the country. However, this building is very different. During the 1970s, the British Army occupied the top 2 floors of this building and used it as an army observation post, with Great View completely sealed off, with no access to the other side at all. The large mill on the right acts as a peace line, and it has 2 entrances for the world. The wall of the Flower Mill has numerous murals painted on it, and is known as the International Wall. The murals here have been painted by the National Republicans Wall എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. often changed to show mural current paintings international ഉള്ള conflicts, as well as local heroes and conflict memorials. കാറൊക്കെ കാണാൻ പറ്റും. As we turn ഇവിടുത്തെ വീടുകളുടെ ഒക്കെ ഒരു ഷേപ്പും സൈസ് റോ ഹൗസസ് പോലെ 1 by 1 ആയിട്ട്. innocent shoppers on a Saturday afternoon. The bombing brought about a terrible time in Northern Ireland's history, as the loyalist paramilitaries mounted a campaign of terror against the Republican side of the community. Eventually, this culminated in the IRA calling a ceasefire 10 months later in August 1994, and this started what we now call the peace process. Near here, you will also see murals of the King and Queen, as well as murals commemorating various bombings and murders that took place on the Schenkel Road. Tours can be taken. The ground of the city hall contains numerous statues and memorials, including memorials to the Titanic victims, and also the guarantee team who went down. ആ ബസ് നിർത്തി നമ്മള് വേറെ ബസ് കയറ്റി ടൈറ്റാനിക് പോയിന്റ് പോകാൻ വേണ്ടി. നമുക്ക് ആദ്യം അവിടെ പോവാം.
എന്നിട്ട് ഇങ്ങോട്ടേക്ക് സിറ്റീൻ്റെ അടുത്തോട്ടേക്ക് വരാം. പിന്നെ ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് നാവിഗേറ്റ് ചെയ്യാൻ പിന്നെ എളുപ്പമായിരിക്കും. നമ്മൾ വന്ന ബസ് പോവാണ്, ട്രാം പോകുന്ന. ടൈറ്റാനിക് ഷിപ്പിൻ്റെ മ്യൂസിയത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്ത വ്ലോഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ.